പേരിലെ തന്നെ മനസ്സിലാക്കാണ് നമ്മളൊരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കല്യാണം കേരളത്തിലൊന്നും അല്ല കേട്ടോ, അങ്ങ് ഗുജറാത്തിലാണ്. ഇതാണ് നമ്മുടെ പയ്യൻ. അപ്പോൾ ചെറുക്കനെയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഗുജറാത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. കോയമ്പത്തൂർ നിന്ന് തന്നെ ട്രെയിൻ എടുക്കുന്നത് കൊണ്ട് എല്ലാവരും തന്നെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ട് ഇവിടുന്ന് ഒരുമിച്ചാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോകുന്നത് കോയമ്പത്തൂർ രാജ്കോട്ട് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ഗുജറാത്തിലെ വൽസാദിലേക്കാണ് നമുക്ക് പോകേണ്ട സ്റ്റോപ്പ്. അപ്പം എല്ലാവരും തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് തന്നെ കോയമ്പത്തൂരുള്ളവരും പിന്നെ എറണാകുളത്ത് നിന്നും പാലക്കാട് നിന്നുമൊക്കെ എത്തിച്ചേരാനുള്ളവരെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ട്രെയിൻ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇനി സീറ്റ് നമ്പറൊക്കെ നോക്കി കയറിയിരുന്ന് പുറപ്പെട്ടാൽ മതി. അപ്പോൾ രാത്രിയിലായിരുന്നു നമുക്ക് ട്രെയിൻ പുറപ്പെടുന്നത്. 12:45 കോയമ്പത്തൂരിൽ നിന്നും ട്രെയിൻ എടുത്ത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഭയങ്കര ടയേർഡായതുകൊണ്ടും പിന്നെ സീറ്റൊക്കെ നോക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ സമയത്തുള്ള വീഡിയോ ഒന്നും നൈറ്റിൽ എടുത്തിട്ടില്ല. കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ 1.5 ദിവസം കൊണ്ടിട്ടാണ് നമുക്ക് ഗുജറാത്തിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പം 1.5 ദിവസവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ട്രെയിനിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. എങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെ ആയിരുന്നു എല്ലാവരും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്താണ് പോയത്. അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കളിക്കുകയും കുട്ടികളാണെങ്കിലും അവർ ഒരു ബെർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അവിടെ ഇരുന്നും വർത്തമാനവും പറഞ്ഞ് പാട്ടൊക്കെ പാടി കളിച്ച് ഭയങ്കര എൻജോയ് ചെയ്താണ് എല്ലാവരും കൂടെയൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ പോയപ്പോഴത്തേക്ക് ഈ 1.5 ദിവസം അതിൻ്റെ അകത്ത് ഇരുന്നു എന്നുള്ള ഒരു ഇതൊന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഗുജറാത്തിലെ വൽസാദ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു വലിയ സ്റ്റേഷനാണ്. അപ്പം ഇവിടെ ഇറങ്ങി നമുക്കിനി വാപ്പിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വാപ്പിയിലേക്ക് പോകാനായിട്ട് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് വരേക്കും നമ്മൾ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും പോകാനുള്ള വണ്ടി എത്തിയതിന് ശേഷമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റേഷൻ വൽസാദ്. നല്ലൊരു അടിപൊളി സ്റ്റേഷനാണ്, വൃത്തിയും മെനയും ഒക്കെയുള്ള നല്ലൊരു സ്റ്റേഷൻ തന്നെയായിരുന്നു ഇത്. നമുക്ക് പോകാനായിട്ട് എല്ലാവർക്കും ഉള്ള വണ്ടി എത്തി. നമ്മളെല്ലാവരും ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്ത് അപ്പം നമ്മൾ പോവുകയാണ്. അപ്പം നമുക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥലം ഈ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് തന്നെയുള്ള റൂംസാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ വ്യത്യസ്തതരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിലെ പോലെ ആവണമെന്നില്ല തമിഴ്നാട്ടിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം മറ്റ് പല സംസ്ഥാനങ്ങൾ. അതുപോലെ തന്നെയാണ് നമുക്ക് ഗുജറാത്തിലും. ഇവിടെ കൂടുതലും ചെറിയ ചെറിയ വീടുകളെക്കാളും കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇവിടെ നമുക്ക് ചെറിയ വീടുകൾ അപൂർവമായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്ന വഴിയിലെല്ലാം കാണാൻ കഴിയുന്നത് വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളും അതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളുടെയൊക്കെ ശൈലി ഇവിടെ വരുമ്പോഴത്തേക്കും മാറും. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിലും വ്യത്യസ്തമാണ്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി ഫ്രഷായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഫംഗ്ഷൻ നടക്കുന്ന അതേ ഓഡിറ്റോറിയത്തിൽ തന്നെ ഗുജറാത്തി സ്റ്റൈലിലുള്ള ഒരു കല്യാണം കൂടെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. അപ്പം അവിടേക്ക് വരനെ കൊണ്ടുവരുന്ന ഡാൻസും കാര്യങ്ങളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് വിട്ട് കഴിഞ്ഞാൽ വേറെ സ്റ്റേറ്റിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര കളർഫുള്ളായിരിക്കും കല്യാണമൊക്കെ. അപ്പം ഇവിടെ പാട്ടും ഡാൻസും ഭയങ്കര കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞ് ഫ്രഷായി വന്ന് പുറത്ത് നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയമ്മ, ചെറുക്കൻ്റെ അമ്മയും അച്ഛനുമാണ് ഇവർ രണ്ടുപേരും. മറ്റേത് നമ്മുടെ മാമൻ്റെ മകനാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നിന്ന് ഇത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പുറത്തെ കാഴ്ചകൾ കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് പോയി. പിന്നെ അന്ന് രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് അന്ന് രാത്രി നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം വെഡ്ഡിങ് ഡേയുടെ അന്നത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ വെച്ച് നടക്കുന്ന കല്യാണമാണെങ്കിൽ പോലും കണ്ണൂർ സ്വദേശിയാണ് പെണ്ണും കൂട്ടരും ഒക്കെ. അപ്പോൾ ഇവർ ഇവിടെ വന്ന് സെറ്റിലായതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കല്യാണവും കാര്യങ്ങളെല്ലാം നമ്മളുടെ സ്റ്റൈലിൽ തന്നെയാണ് നടന്നത്. അതിൽ പ്രത്യേകിച്ച് ഗുജറാത്തി സ്റ്റൈലിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടേതായ രീതിക്ക് തന്നെയാണ് നടന്നത്. மனதில் உன் பேர் வந்த நாள் அருள் கொண்டே, கனவுகளை நீ தந்த நாள் நிலை கொண்டே, இனி போகும் தூரங்களும் புன்னகைகள் மழையாக பொழிகின்றதும் அருமொழிகள். நீ உள்ளே சேர்ந்தேன் வாழ்ந்திடுமோ இனிமேல் என்றும் என் தோழனே. கண்ணில் என்னை பார்க்கிறேன், உனக்காக எதிர்பார்க்கிறேன், உன்னால உயிர் வாழ்கிறேன் அழகியே. மழையாக சேர்ந்திடுமோ அறியாத மொழியாகுமோ அணையாத அனலாகுமோ உயிரே. எனக்காகவே பிறந்தாயடி என் தோழியாய் நீ இருந்தாயடி. நேரம் உன்னில் நானே கரைந்திடும் காலம் சகியே.
ഇതാണ് നമ്മളുടെ ഫുഡ് കൗണ്ടർ. അപ്പം എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതുകൊണ്ട് അധിക സമയമൊന്നും നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഗുജറാത്തി സ്റ്റൈലുള്ള ഫുഡും കാര്യങ്ങളും ആയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നമുക്ക് പോയതുപോലെ അത്ര ആസ്വദിച്ച് തിരിച്ചു പോരാൻ കഴിഞ്ഞില്ല. പിന്നെ കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കുറച്ച് സന്തോഷം നൽകിയത്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ 3 കമ്പാർട്ട്മെൻറ്റിലായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് തിരിച്ചു പോരാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയില്ല. പിന്നെ ഇത്തരം കാഴ്ചകളാണ് നമുക്ക് കുറച്ചെങ്കിലും സന്തോഷം നൽകിയത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഇറങ്ങുകയും ചെയ്ത്. ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി. അങ്ങനെ നമ്മൾ ഈ ഒരു കോയമ്പത്തൂരിൽ നിന്നും ഇത്രയും ലോങ്ങ് പോയി ഗുജറാത്ത് ഒരു കല്യാണം അറ്റൻഡ് ചെയ്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.